ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതൊരു വൈകുന്നേരത്തെ വ്ളോഗാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഈവനിങ് ഷോപ്പിംഗ് ഔട്ടിംഗ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവാണ്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഉമ്മാക്കൊരു ഫോൺ മേടിക്കാനാണ് പോകുന്നത്. ഉമ്മ ഒരു 5-6 വർഷമായിട്ട് ഒരു ഫോൺ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ പെട്ടെന്ന് താഴെ വീണൊന്ന് ഡിസ്പ്ലേ ഒക്കെ പോയി. അപ്പോൾ ഉമ്മാക്ക് ചെറിയ നല്ലൊരു ഫോൺ മേടിക്കാനാണ് പോകുന്നത്. നമ്മൾ പോയത് തൊടുപുഴ ഇമ്പൾസ് എന്ന് പറഞ്ഞ ഷോപ്പിലോട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷോപ്പിലെത്തി. ഞങ്ങൾ പിന്നെ എവിടെ പോയാലും ഫാമിലിയാണ് പോവാറ്, ഒറ്റയ്ക്ക് ആരും പോവില്ല. എവിടെ പോയാലും ഫാമിലിയാണ് പോവാറ്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ കയറിയപ്പോഴാണ് അത് പക്ഷേ മിറർ ഇരിക്കുന്നത് കണ്ട്. പിന്നെ ഒട്ടും മടിച്ചില്ല, ഫോൺ എടുത്തു. വലത്തോട്ടൊരാട്ടം ഇടത്തോട്ടൊരാട്ടം, അത്രേ ഉള്ളൂ ഗൈസ്. പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫോൺ നോക്കാനായിട്ട് പോയി. ഷോപ്പിൽ ഒരുപാട് ഫോൺ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നോക്കി. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത് നത്തിങ് എന്നുള്ള സെറ്റായിരുന്നു. പിന്നെ ഒരുപാട് വാച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ലേഡീസിനായാലും ജെൻസിനായാലും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഗോൾഡ്, സിൽവർ, വൈറ്റ് ഗോൾഡ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി കൊച്ചു വർത്താനം പറയാനായിട്ടിരുന്നു. വീട്ടിലെ വിശേഷം, പുറത്തെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. കാണുന്നില്ല, വായു തുറന്നിരിക്കുന്നത്. പിന്നെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായി. പിന്നെ അവളുടെ കരച്ചിൽ മാറ്റാനായിട്ട് ഷോപ്പിൻ്റെ പുറകിൽ ഐശ്വര്യ റെസിഡൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നിൽ ചെറിയ ആനക്കുട്ടിയെ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ അവളെ അത് കാണിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയി. അവളുടെ കരച്ചിലൊക്കെ മാറ്റി ഞങ്ങൾ പിന്നെയും ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ കയറി. പിന്നെ കുറച്ച് നേരം ഒന്ന് അടക്കി ഇരുത്താൻ വേണ്ടി ഫോൺ കൊടുത്തു. കാർട്ടൂണാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ മായാവി, ബാനു ബബ്ലു, അതൊക്കെയാണ്. പിന്നെ ഞാൻ നേരെ ഫോൺ എടുക്കാൻ വേണ്ടി നിന്നു. നമ്മൾ നത്തിങ് എന്നുള്ള സെറ്റാണ് എടുക്കുന്നത്. ഈ ഒരു മോഡലാണ്. ഇതിപ്പോൾ ഡിസ്പ്ലേ ഇരുന്നത് വൈറ്റ് സെറ്റായിരുന്നു. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് കളറുള്ള സെറ്റാണ് നമ്മൾ നോക്കുന്നത്. നല്ല ഫോണാണ്. ക്യാമറ ആയാലും നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ആ ഫോണിന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായി. ബില്ലി സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മളെടുത്ത ബ്ലാക്ക് കളർ സെറ്റ്. ഞങ്ങൾ ഉപയോഗിച്ചൊക്കെ നോക്കി. പിന്നെയും കുഞ്ഞ് കരച്ചിലായതുകൊണ്ട് അവളെയും കൊണ്ട് ഇത്ത പുറത്തോട്ട് ഇറങ്ങി. അവൾ പുറത്ത് നിൽക്കുന്നുണ്ട് ക്ലാസ്സിൻ്റെ പുറകിൽ. ഞങ്ങൾ അവളെ ഉള്ളിയിരുന്ന് കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കരച്ചിൽ മാറ്റി പിന്നെ ഉള്ളോട്ട് കയറി വന്നു. അതാ വരുന്നുണ്ടോ, അതാണ് കേട്ടോ ഇത്തായും കുഞ്ഞും. പിന്നെ അവൾ കരഞ്ഞു. പിന്നെ അവളെയും കൊണ്ട് പുറത്തോട്ട് പോയി. അവൾ പുറത്തിരുന്ന് ഞങ്ങളെല്ലാവരെയും മാറി മാറി വിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കൊച്ചിൻ്റെ ഒപ്പം ഇത്തായും നാക്കൊക്കെ നീട്ടി ഞങ്ങളെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. നമ്മൾ ഫോണും മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇനി അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനുള്ള പ്ലാനിലാണ്. എവിടെ പോകുന്നതാണ് ഇന്ന് കൂടെ ആലോചന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് തൊടുപുഴയിൽ ഹൈ റേഞ്ച് എന്ന റെസ്റ്റോറൻ്റാണ്. അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തി. അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അതിലേക്ക് ഞാനും ഇത്തായി അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് കയറി. പിന്നെ കൈ കഴുകാനായിട്ടുള്ള വാഷ്റൂമിൽ ചെന്നു. വാഷ്റൂം പോയ ബിക്ക ഫോണും പിടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ മിറർ സെൽഫി എടുക്കാന്നുള്ള രീതിക്ക് അങ്ങനെ നിന്നു. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. ചുമ്മാ എന്തോ കാണിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നു. പിന്നെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതിലേക്ക് കുഞ്ഞിപ്പണ്ണിൻ്റെ ഓരോ കലാപരിപാടികളാണ്. കാറ് ഓടിക്കുക, കാറ് എറിയുക, അങ്ങനത്തെ കുറേ കലാപരിപാടികളുണ്ട്. പിന്നെ ഫുഡ് വന്നു. ഫുഡ് കൊണ്ടുവന്നതുപോലെ തന്നെ പ്ലേറ്റോട്ട് തട്ടി. എല്ലാവരും നല്ല വിശന്നായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഫ്രൈഡ് റൈസ് ആയാലും ബിരിയാണി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് നിറച്ച് എല്ലാവരും കഴിച്ചു. ഇത്താണെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് വാരി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് പോലെ അവൾ തന്നെ തിന്നുന്നതുകൊണ്ട് പോലെ തന്നെ പെറുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് അവൾ കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ. ഒരു 10 അരിമണി അവൾ എടുത്തിട്ടുണ്ടെങ്കിൽ 5 അരിമണി താഴോട്ടും 3 അരിമണി വായിലോട്ടും പിന്നെ സൈഡിലോട്ടും പോകുന്ന രീതിക്കാണ് അവൾ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞു. പ്ലേറ്റ് കാലിക്കായി. ഇനി ചിക്കൻ്റെ എല്ല് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കറി എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.